പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NIOS +2 സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 20, അതിലെ പാർട്ട് 2 ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ദ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സാമൂഹ്യ നിയന്ത്രണ ഏജൻസികളെ കുറിച്ച് വിവരിക്കുക. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് 5 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഫാമിലി, കുടുംബം. രണ്ടാമത്തത് റിലീജിയൻ, മതം. മൂന്നാമത്തത് ലോ, നിയമം. നാലാമത്തത് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജന അഭിപ്രായം. അഞ്ചാമത്തത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ഈ 5 കാര്യങ്ങളാണ് സാമൂഹ്യ നിയന്ത്രണ ഏജൻസികളായിട്ട് വരുന്നത്. അതിൽ ഒന്നാമത്തത് ഫാമിലി, കുടുംബം. സാമൂഹ്യവൽക്കരണത്തിൻ്റെ ആദ്യത്തെ ഏജൻസിയാണ് കുടുംബം. അമ്മയാണ് ആദ്യത്തെ ഏജന്റ് അല്ലെങ്കിൽ പ്രതിനിധി. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നത് അമ്മ എന്ന വിദ്യാലയത്തിൽ നിന്നാണ്. അവിടുത്തെ ടീച്ചർ ആരായിരിക്കും? അമ്മയായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അമ്മ ആദ്യത്തെ ഏജന്റ് അല്ലെങ്കിൽ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്നു. കുടുംബത്തിൽ നിന്നാണ് ഒരാൾ സംസാരം, ഭാഷ എന്നിവ പഠിക്കുന്നത്. സഹകരണത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സ്വയം സമർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആദ്യ പാഠങ്ങൾ കുഞ്ഞിന് ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അമ്മ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ഏതെല്ലാമാണെന്ന് പറഞ്ഞു തരും. പിന്നെ അതുപോലെ മറ്റുള്ള ഓരോ വസ്തുക്കളുടെയും പേരുകൾ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയാണ് നമ്മൾ ഭാഷയും സംസാരവും പഠിക്കുന്നത്. അമ്മ സംസാരിക്കുന്ന ഭാഷയായിരിക്കും നമ്മുടെ ഭാഷയായിട്ട് മാറുന്നത്. മാത്രമല്ല മറ്റുള്ളവരോട് എങ്ങനെ സ്നേഹിക്കണം, അവരോട് എങ്ങനെ പെരുമാറണം, അവരുടെ എങ്ങനെ സഹകരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആദ്യമായിട്ട് ഒരു കുട്ടി പഠിക്കുന്നത് അവൻ്റെ കുടുംബത്തിൽ നിന്നാണ്. ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു കുട്ടി സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുന്നത്. സഹജവാസനകളെ നിയന്ത്രിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രകൃതിയാൽ നമുക്കുണ്ടാകുന്ന ചില സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ ചില മോശപ്പെട്ട സ്വഭാവങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, ആ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുക. അത് കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. മറ്റൊന്ന്, കുടുംബ പാരമ്പര്യങ്ങളും നിയമങ്ങളും നിലനിർത്തുക. ഓരോ കുടുംബത്തിൻ്റെയും പാരമ്പര്യമായി ചെയ്തു വരുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അതുപോലെ കുടുംബ നിയമങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം നിലനിർത്തുവാൻ സാധിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലൂടെയാണ്, കുടുംബത്തിലൂടെയാണ്. മൂന്നാമത്തത്, നിയമലംഘകർക്ക് ശിക്ഷ നൽകുക. ആ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ അവർക്ക് തക്കതായ ശിക്ഷ നൽകുക. നാലാമത്തത്, ദുർബല അംഗങ്ങളോടുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പം. ഓരോ നമ്മുടെ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടൊക്കെ നമ്മളെക്കാൾ താഴെക്കിടയിൽ കിടക്കുന്ന ദുർബലരായിട്ടുള്ള ആളുകൾ, അവരോടുള്ളൊരു വൈകാരിക മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ കുടുംബങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 5ാമത്തത്, വിലക്കുകളിലൂടെ ലൈംഗിക പെരുമാറ്റം നിയന്ത്രിക്കുക. അപ്പോൾ നമ്മളെ കുടുംബത്തിലൊക്കെ ഒരു വിവാഹ ബന്ധങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ടായിരിക്കും. നമ്മുടെ ജാതിയിൽപ്പെട്ടതോ ഇനി അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ടതോ ആയിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്ന് വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുക. ആ കാര്യങ്ങൾ കുടുംബങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുടുംബത്തിൽ നിന്ന് പഠിക്കുകയും പരിശീലനം നേടുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് 2ാമത്തതാണ് മതം, റിലീജിയൻ. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് മതം. സമൂഹത്തിൽ മതത്തിനുള്ള നിയന്ത്രണ ശക്തി അപാരമാണ്. മതം എക്കാലത്തും നമ്മുടെ പെരുമാറ്റത്തെയും മനോഭാവത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും മാത്രമല്ല ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും വരെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് മതം എന്ന് പറയുമ്പോൾ സമൂഹത്തെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓരോ മതം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ, ചില നിയന്ത്രണ രേഖകളുണ്ട്. ആ രേഖയിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ അവർ മതത്തിൽ നിന്ന് പുറത്താവുകയോ അല്ലെങ്കിൽ മതത്തിൽ നിന്നുള്ള വിലക്കൊക്കെ നേരിടേണ്ടി വരും. അപ്പം അത്തരത്തിൽ
സമൂഹത്തെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ മതം വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തേർഡ് വൺ, മൂന്നാമത്തതാണ് നിയമം, ലോ. ആധുനിക സമൂഹത്തിൽ സാമൂഹ്യ നിയന്ത്രണത്തിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഔപചാരികമായ ഒരു ഉപാധിയാണ് നിയമം. രാഷ്ട്രീയ സംഘടന നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ മാത്രമേ നിയമങ്ങൾ പ്രാബല്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നിയമങ്ങളിലൂടെയാണ്. ചില നിയമങ്ങൾക്ക് അല്ലെങ്കിൽ നിയമത്തിൻ്റെ അതിർവരമ്പുകൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെയുള്ള പല കാര്യങ്ങളും കൃത്യമായി നടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഈ നിയമവും ആ നിയമം ലംഘിച്ചാലുള്ള ശിക്ഷയും ഉള്ളത് കൊണ്ടാണ്. ദൈനംദിന ജീവിതത്തിലെ നിയമങ്ങൾ അനുസരിക്കുക ഏതൊരു പൗരൻ്റെയും കടമയാണ്. ഏത് രാജ്യത്താണെങ്കിലും അതാത് രാജ്യങ്ങളിലെ നിയമങ്ങൾ, ഇനി മതത്തിലാണെങ്കിൽ ആ മതത്തിൻ്റെ നിയമങ്ങൾ, ജാതിയിലാണെങ്കിൽ ആ ജാതിയുടെ നിയമങ്ങൾ അനുസരിക്കൽ ഓരോ പൗരൻ്റെയും കടമയാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫോർത്ത് വൺ, നാലാമത്തതാണ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജന അഭിപ്രായം. പൊതുജനം അവരുടെ സാധാരണ ജീവിതത്തിൽ ചിന്തിക്കുന്നതിനെയാണ് പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളും പൊതുജന അഭിപ്രായത്തിന് അനുസൃതമായി സമൂഹത്തിൽ പെരുമാറുവാൻ ശ്രദ്ധിക്കുന്നു. അതിനാൽ പൊതുജന അഭിപ്രായത്തിന് വ്യക്തികളുടെ മേൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മേൽ സ്വാധീനം പുലർത്തുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ പൊതുജനം എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഓരോ ആളുകളും വ്യക്തികളാണ്, അല്ലെങ്കിൽ അവരെല്ലാവരും പൊതുജനത്തിൽ അംഗങ്ങളാണ്. അവർ നമ്മുടെ ഓരോ കാര്യങ്ങളും വീക്ഷിക്കുകയും തെറ്റുകളായിട്ടുള്ള കാര്യങ്ങൾ നമ്മെ ഉണർത്തും. അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കക്കാരോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണർത്തുകയല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സാമൂഹ്യ നിയമങ്ങൾ അനുസരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് പൊതുജനങ്ങൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യമാണ് സാമൂഹ്യ നിയന്ത്രണത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പൊതുജന അഭിപ്രായം, പബ്ലിക് ഒപ്പീനിയൻ. ഇനി ലാസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. പ്രകൃതിദത്തമായ തൻ്റെ കഴിവുകൾ, ബുദ്ധിശക്തി തുടങ്ങിയവ ഉപയോഗിക്കാൻ വിദ്യാഭ്യാസം മനുഷ്യനെ പഠിപ്പിക്കുന്നു. വിദ്യാഭ്യാസം വഴിയായി സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെ മേൽ നിയന്ത്രണം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്രകൃതിയാൽ നമുക്ക് ജന്മനാ ഉണ്ടാകുന്ന നമ്മുടെ കഴിവുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിശക്തി, അതിനെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കണം. മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ബുദ്ധി ക്രിയാത്മകമായി ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്, അത് സമൂഹത്തിലേക്ക് എങ്ങനെ ഉപകരിക്കപ്പെടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അപ്പോൾ വിദ്യാഭ്യാസവും സാമൂഹ്യ നിയന്ത്രണത്തിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒമ്പതാമത്തത്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്റ്റേറ്റ്. സാമൂഹ്യ നിയന്ത്രണ പ്രക്രിയയിൽ രാഷ്ട്രം വഹിക്കുന്ന പങ്ക് എന്താണ്? അതിൻ്റെ ആൻസർ നോക്കൂ. രാഷ്ട്രത്തിൻ്റെ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഘടകങ്ങളാണ് നിയമം, ശിക്ഷകൾ, വിദ്യാഭ്യാസം തുടങ്ങിയവ. പുരാതന സമൂഹങ്ങളിൽ വ്യക്തികളെയും സമൂഹത്തെയും നിയന്ത്രിക്കാൻ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണങ്ങളായിരുന്നു. എന്നാൽ ഇന്നത്തെ വ്യവസായ നഗരങ്ങളിൽ ഇത്തരം ആചാരങ്ങൾക്കും മൂല്യങ്ങൾക്കും വളരെ അധികം പ്രാധാന്യങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പരസ്പരം മത്സര ബുദ്ധിയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. തന്മൂലം വഴക്കുകളും ലഹളകളും വളരെ അധികമാണ്. ഇത്തരം സാഹചര്യത്തിൽ സാമൂഹ്യ നിയന്ത്രണത്തിൽ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം കൂടിയേ തീരും. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൽ ആകുമ്പോൾ ഓരോ പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ ധാരാളം ജനങ്ങൾ ചേരുമ്പോൾ സമൂഹം ഉണ്ടാകുന്നു. ഇനി അത് ചേരുമ്പോൾ ഓരോ ഗ്രാമങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഓരോ നഗരങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ജില്ലകൾ, പിന്നെ സംസ്ഥാനങ്ങൾ, അതുപോലെ നമ്മുടെ രാജ്യം. അപ്പം ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി കയറി പോകുമ്പോൾ ഓരോ വിഭാഗങ്ങളിലും
വ്യത്യസ്തങ്ങളായിട്ടുള്ള സമൂഹത്തിൻ്റെ എണ്ണവും കൂടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ നിയന്ത്രണ പ്രക്രിയയിൽ രാഷ്ട്രം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്തരത്തിൽ സാമൂഹ്യ നിയന്ത്രണ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് രാഷ്ട്രം വഹിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫാമിലി നെയ്ബർഹുഡ് ഇൻ സോഷ്യൽ കൺട്രോൾ. സാമൂഹ്യ നിയന്ത്രണത്തിൽ കുടുംബത്തിൻ്റെയും അയൽപ്പക്കത്തിനുമുള്ള പങ്ക് എന്താണ്? കുടുംബവും അയൽക്കാരും ഓരോ വ്യക്തികൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും സാമൂഹ്യ നിയന്ത്രണത്തിന് സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സാമൂഹ്യ നിയന്ത്രണത്തിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഫാമിലി. അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ, ജനാഭിപ്രായം, പൊതുജനാഭിപ്രായം എന്ന് പറഞ്ഞല്ലോ, ആ പരസ്പര ബന്ധിതമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കുടുംബവും അയൽക്കാരും ഓരോ വ്യക്തികൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും സാമൂഹ്യ നിയന്ത്രണത്തിന് സഹായിക്കുന്നുണ്ട്. കുടുംബമാണ് വ്യക്തികളുടെ സാമൂഹ്യവൽക്കരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. നമ്മുടെ പാരമ്പര്യങ്ങൾ, സംസ്കാരങ്ങൾ, ആചാരങ്ങൾ ഇത് ഓരോ തലമുറയിലേക്കും കൈമാറ്റം ചെയ്യുന്നതിന് കുടുംബം വളരെ അധികം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു തലമുറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആചാരങ്ങളും സംസ്കാരങ്ങളൊക്കെ ധാരാളമായിട്ട് അകന്നു പോയിട്ടുണ്ട്. എങ്കിലും ഒരു പരിധിവരെയൊക്കെ ഇപ്പോഴും കൊണ്ടുപോകുവാൻ കഴിയുന്നുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? നമ്മുടെ പൂർവികരായിട്ടുള്ള മുൻഗാമികളായിട്ടുള്ള നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ, ഗ്രാൻഡ് ഫാദർ അല്ലേ, അവരുടെ തലമുറ നമുക്ക് കൈമാറിക്കൊണ്ടുവന്ന സംസ്കാരവും ആചാരവുമാണ് നമ്മൾ ഇന്നും കൊണ്ട് നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആചാരങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കൈമാറ്റത്തിന് കുടുംബം വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് കുടുംബവും അയൽപ്പക്കക്കാരും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഗ്രാമങ്ങളെയും നഗരങ്ങളിലെയും അയൽപ്പക്കവും ജീവിത സാഹചര്യവും വ്യത്യസ്തമാണ്. ഗ്രാമങ്ങളിലാണെങ്കിൽ ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും, അതായത് കുടുംബങ്ങൾ പരസ്പരം തമ്മിൽ സൗഹൃദവും സ്നേഹവും ഐക്യവുമെല്ലാം ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളമായിട്ടുണ്ടായിരിക്കും. അവർ പരസ്പരം ഷെയർ ചെയ്യും. നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ മോശപ്പെട്ട കാര്യങ്ങൾ ആണെങ്കിലൊക്കെ അവർ പരസ്പരം സ്നേഹത്തോടെ ഷെയർ ചെയ്യും, കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ നഗരങ്ങളിലാണെങ്കിൽ ഗ്രാമങ്ങളിലേതുപോലെ അത്ര കൂടുതലായിട്ടുണ്ടായിരിക്കുകയില്ല. കാരണം നഗരജീവിതം എന്ന് പറയുമ്പോൾ ഒരു ബിസിയാണ് അല്ലേ. ഇപ്പം നമ്മൾ വീട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ജോലിക്കാരായിരിക്കും. അയൽപ്പക്കത്തുള്ള ആളുകളും അങ്ങനെയായിരിക്കും. രാവിലെ ആയിക്കഴിഞ്ഞാൽ ജോലിക്ക് പോകും, വൈകിട്ടായിരിക്കും വരിക. പിന്നെ ഹോളിഡേ ദിവസങ്ങളിൽ ഔട്ടിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ പുറത്തേക്കും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം ഒരു അയൽപ്പക്ക ബന്ധങ്ങൾ വളരെ കുറവായിരിക്കും നഗരങ്ങളിൽ. എന്നാൽ ഗ്രാമങ്ങളിൽ അങ്ങനെയല്ല. പൊതുവിൽ അയൽപ്പക്ക ബന്ധങ്ങൾ കൂടുതലാണ് ഗ്രാമങ്ങളിൽ കാണപ്പെടുക. ഗ്രാമങ്ങളിൽ നേരിട്ടുള്ള വ്യക്തിപരമായ ഒരു അടുപ്പം വ്യക്തികൾ തമ്മിൽ ഉണ്ടായിരിക്കും. ഇത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനും പരസ്പരം വിമർശിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ജനങ്ങൾക്ക് തെറ്റ് മനസ്സിലാക്കി പെരുമാറുവാൻ സഹായിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ എന്തെങ്കിലും തെറ്റ് നമുക്ക് സൂചിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? തുടർന്ന് അങ്ങോട്ട് മാറ്റിക്കൊണ്ടുവരുവാൻ സാധിക്കും. കുടുംബത്തിലെ മുതിർന്നവർ അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്ന ആചാരമര്യാദകളും സംസ്കാരവും സാമൂഹിക നിയന്ത്രണങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് പഴയ തലമുറ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അതായത് പുതിയ തലമുറ നമ്മുടെ മതത്തിൻ്റെയും ജാതിയുടെയും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ആചാരങ്ങളുടെയൊക്കെ ധാരാളം കാര്യങ്ങളിൽ ഒരു വ്യതിചലനം, മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പം മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മെ ശാസിക്കുന്നത്, നമ്മെ ചീത്ത പറയുന്നത്, നമുക്ക് ഉപദേശങ്ങൾ നൽകുന്നത് നമ്മുടെ തലമുറയാണ്. അതായത് നമ്മുടെ മുൻഗാമികൾ അല്ലെ, വീട്ടിലുള്ള പ്രായം ചെന്നവരായിരിക്കും. അവരെന്ത് ചെയ്യുന്നു? പൊതുതലമുറക്ക് അവരുടെ സംസ്കാരങ്ങളെക്കുറിച്ചും അവരുടെ
ആചാരങ്ങളെക്കുറിച്ചെല്ലാം വളരെ സ്നേഹത്തോടു കൂടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. സാമൂഹ്യ നിയന്ത്രണത്തിൽ കുടുംബവും അയൽപക്കവും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 20ാമത്തെ സാമൂഹ്യ നിയന്ത്രണം എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സാറിനെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അയച്ചു കൊടുക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.